ഞാൻ പിണറായിസത്തെ സഹായിക്കുന്ന ഒരു നിലപാടും സ്വീകരിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഇത്രയും അപമാനം സഹിച്ചിട്ടും ഇന്നലെ ഞാൻ പറഞ്ഞത് എനിക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ മത്സരിക്കുന്നില്ല. വളരെ കൃത്യമായി നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോഴും UDF വാതിലുകൾ എനിക്ക് അടഞ്ഞിട്ടില്ല. ഞാനിത് പറഞ്ഞാൻ വരുമ്പോഴും ഇന്നലെ എന്നോട് പല ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും പിണറായിസം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉന്നതരായ നേതാക്കന്മാർ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷവും പലരും എന്നെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു രീതിയിൽ അപമാനം സഹിച്ചാലും ഇവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് പിണറായിസത്തെ താഴെ ഇറക്കാൻ കഴിയുമോ എന്ന ആലോചനയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇന്നുണ്ടായ സംഭവം എന്താ? ഇന്നലെ പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടം ഇവിടെ വന്നു. വലിയ വിഷയമാണല്ലോ, നിങ്ങൾ കേട്ടല്ലോ. എന്തേ രാഹുൽ മാങ്കൂട്ടം എൻ്റെ അടുത്ത് വരാനുണ്ടായ കാരണം? രാഹുൽ മാങ്കൂട്ടം പിണറായിസത്തിൻ്റെ ഏറ്റവും വലിയ ഇരയാണ്. ഈ കേരളത്തിൽ പിണറായിസത്തിനെതിരെ UDF അതിശക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന UDF ഉന്നതനായ യൂത്തിൻ്റെ നേതാവാണ് അദ്ദേഹം. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു സംസാരിച്ചു. എന്താണ് പിണറായിസ് അവസാനിപ്പിക്കാൻ? ഒരു മണിക്കൂറോളം ഞങ്ങളിരുന്ന് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, മറ്റന്നാൾ വരെ ഉണ്ടല്ലോ നോമിനേഷൻ കൊടുക്കാൻ, എന്തെങ്കിലുമൊക്കെ സെറ്റിൽമെൻ്റ് ഉണ്ടാകും. നമ്മളൊക്കെ ഇതിൻ്റെ ഇരകളാണ്. കേരളത്തിലെ ഒരുപാട് പാവപ്പെട്ട ആളുകൾ ഇരയാണ്, മലയോര മേഖലയിലെ ഇരകളാണ്. അവർക്ക് വേണ്ടിയാണല്ലോ നിങ്ങൾ ശബ്ദിക്കുന്നത്. ഈ ഗവൺമെൻറ്റിനെ പിണറായിസത്തെ നമുക്ക് താഴെ ഇറക്കണമല്ലോ. വളരെ സൗഹൃദപരമായി സംസാരിച്ച് പോവുക. അദ്ദേഹത്തിന് എന്നോട് വേറൊരു ബന്ധമുണ്ട്. അദ്ദേഹം പാലക്കാട് മത്സരിക്കുമ്പം അദ്ദേഹത്തിന് പരിപൂർണ പിന്തുണ ഞാൻ കൊടുത്തതാണ്. ഇതേപോലെ സ്വകാര്യമായി എന്നെ വന്ന് കണ്ടതാ. ഞാൻ ഇന്ന് വരെ ഒരാളോട് ഇത് പറഞ്ഞിട്ടില്ലല്ലോ. അൻവറിനോടൊന്നും പറയാൻ പറ്റില്ല എന്നാണല്ലോ പറയുന്നത്. 4 ദിവസം മുമ്പ് K. സുധാകരൻ മഞ്ചേരിയിൽ വന്ന് എന്നെ കണ്ടു. ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ? K. സുധാകരനല്ലേ നിങ്ങളോട് വെളിപ്പെടുത്തിയത്? ഞാൻ ഒരാളോടും അത്തരത്തിലുള്ള ഒരു സ്വകാര്യ സംഭാഷണവും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ആകെ എന്നെ എന്താ പറയുക, ചവിട്ടി താഴ്ത്തുന്ന എന്താ, സുജിത് ദാസ് എന്ന് പറയുന്ന മലപ്പുറം SP 5 ദിവസം നിരന്തരമായി എന്നെ വിളിച്ച ഫോൺ കോൾ ഞാൻ പുറത്തു വിട്ടു. എൻ്റെ വീട്ടിലെ കാര്യത്തിനാണോ? ഞാൻ പോലീസിനെതിരെ ഉയർത്തിയ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങൾ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ആ ഫോൺ കോൾ പുറത്തു വിട്ടിട്ടില്ലെങ്കിൽ വിശ്വസിക്കുമായിരുന്നോ? ജനങ്ങൾ ആ വിഷയത്തിൽ ഞാൻ പറയുന്നതിൽ സത്യസന്ധതയുണ്ട് എന്ന് ജനങ്ങൾ ഉറപ്പുവരുത്തിയത് ആ ഫോൺ കോള് പുറത്തു വിട്ടപ്പോഴാണ്. അത് ഈ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തതാ. PV അൻവർ LDFിലിരിക്കുമ്പോൾ ഈ പറയപ്പെട്ട പലരോടും പലതും സംസാരിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഏതെങ്കിലും ഒരു കാര്യം ഞാൻ പുറത്തു വിട്ടോ? പിണറായിസത്തിനെതിരെ പോലീസിനെതിരെ പോരാട്ടം നടത്തുമ്പോൾ CPMലെ ഉത്തരവാദിത്തപ്പെട്ട പല നേതാക്കളും ആ പോരാട്ടത്തോടൊപ്പം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഒരാളെ പേര് ഞാൻ പറഞ്ഞോ? അത് പറയാൻ പാടില്ല എന്ന് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. നിങ്ങൾ സൗഹൃദത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ തമ്മിലുണ്ടാകുന്ന ഇടപാടുകൾ, നിങ്ങൾ തമ്മിലുണ്ടാകുന്ന വ്യക്തിബന്ധങ്ങൾ, നിങ്ങൾ പിരിയേണ്ടി വന്നാൽ ഒരു കാരണവശാലും നിങ്ങളത് പുറത്തു പറയരുത്. അങ്ങനെ പറയുന്നവൻ മുനാഫിക്കാണ്, വിശ്വാസിയല്ല എന്ന് പറഞ്ഞ മതം പഠിച്ചവനാ ഞാൻ. അതുകൊണ്ടാണ് മിണ്ടാത്തത്. ഞാൻ സുജിത് ദാസിൻ്റെ ആ കാര്യം പുറത്തു വിട്ടത് ഈ ഒറ്റ കാര്യം കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ ഈ സമൂഹം അത് വിശ്വാസം അർപ്പിച്ചത്. അപ്പോൾ ആ പീഡനം അനുഭവിച്ച വ്യക്തി ആണ് ഇന്നലെ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചത്. ഇന്നിപ്പോൾ എന്താ പറഞ്ഞത്? എൻ്റെ വാതിൽ അടഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ പറയുന്ന UDF കൺവീനർ അടൂർ പ്രകാശും KPCC പ്രസിഡന്റ് സണ്ണി വക്കീലും ഇന്നലെ എന്നോട് പറയുമ്പോൾ, നിങ്ങൾ ആലോചിക്ക് അൻവർ, ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞവരാണ്. UDF ലീഡർഷിപ്പിൻ്റെ സകല ആളുകളും ഇന്നലെയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആര്? VD സതീശൻ. നിങ്ങൾ കേട്ടല്ലോ, വാതിലടച്ചു UDF. ഇപ്പോൾ 1 മണിക്കൂർ മുമ്പാണല്ലോ പറഞ്ഞത്. വാതിലടച്ചു. ഇനി അങ്ങോട്ടാ പോകേണ്ടത്? ഇനി ഞാൻ ആരെ കാത്തു നിൽക്കണം? ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നത് നിങ്ങൾ ഓർമ്മയിലുണ്ടാവും. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് PV അൻവറിൻ്റെ വാതിൽ അടച്ചിട്ടില്ല, തുറന്നിട്ടില്ല.
അങ്ങനെ ഒരു വാതിലുണ്ടോ? ഏതെങ്കിലും വാതിൽ ഒന്നുമില്ല അടച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ തുറന്നിട്ടുണ്ടാവും. PV അൻവറിൻ്റെ വാതിൽ അടച്ചിട്ടില്ല, തുറന്നിട്ടില്ല. ഇപ്പം അദ്ദേഹം ലോക്കിട്ട് പൂട്ടി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്യണം? ഈ പിണറായിസത്തെ അവസാനിപ്പിക്കാൻ ഈ ഷൗക്കത്തിന് സാധിക്കുമോ? എന്തുകൊണ്ടാണ് ഷൗക്കത്ത് അവിടെ സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ല എന്ന് ഞാൻ പറയാൻ കാരണം, എനിക്ക് അദ്ദേഹത്തോട് ഒരു വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമില്ല. എന്തേ 2016 12,000 വോട്ടിന് എന്നോട് അദ്ദേഹം തോറ്റത്? എന്തേ 2021 എൻ്റെ ഭൂരിപക്ഷം 2000 ആയത്? അദ്ദേഹത്തോട് ആ നാട്ടിലുള്ള പൊതുജനങ്ങളുടെ വികാരമാണത്. ആ വികാരം അവിടെ ശമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ 9 കൊല്ലം കൊണ്ട് ആ വികാരം അവിടെ വർദ്ധിക്കുക ചെയ്തത്.